കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തെക്കുറിച്ച് പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്ന് ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് അധികൃതർ. മൈതാനം നവീകരിക്കുന്നതിന്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയാക്കിയത്. വിദഗ്ധർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്നുണ്ടെന്നും സൂപ്പർ ക്രോസ് ലീഗിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, കോഴിക്കോട് കോർപ്പറേഷന്റേത് എന്ന പേരിൽ ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ഈ വിശദീകരണം. അതായത് സൂപ്പർ ക്രോസിന് വേണ്ടി കോഴിക്കോട് സ്റ്റേഡിയം മൈതാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. പിന്നീട് ഈ സൂപ്പർ ക്രോസ് കഴിഞ്ഞപ്പോൾ സ്റ്റേഡിയം മൈതാനത്തിലെ പുല്ലുകൾ പൂർണ്ണമായും ഉണങ്ങിപ്പോയ നിലയിലായിരുന്നു. ഇത് വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ അധികൃതർ ഉൾപ്പെടെ ഇവിടെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ സൂപ്പർ ക്രോസ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടം മാത്രമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നത്. വിദഗ്ധർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പൂർണ്ണമായും പഴയപടി തന്നെ ആക്കിയ ശേഷം ഈ സ്റ്റേഡിയം കൈമാറുമെന്നുള്ളതാണ് സൂപ്പർ ക്രോസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.